നമസ്കാരം. കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. 16ാമത് മെത്രാൻമാരുടെ സിനഡാലിറ്റിയെ കുറിച്ചുള്ള സിനഡിൽ പങ്കെടുക്കുന്ന ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് അടുത്ത ലീജിയൺ ഓഫ് അപ്പോസ്തോലിക് ഫാമിലി സെക്രട്ടറിയുടെ ബ്രോഷർ ഒക്ടോബർ 4-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. 2009-ൽ തൃശൂരിൽ ആരംഭിച്ച ആത്മായ സംഘടനയായ ഹിമള അനുസ്മരണം, ദാമ്പത്യ വിശുദ്ധി, ലളിത ജീവിതം എന്നിവയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടാനുള്ള കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. അഭിമന്യ പിതാവ് പരിചയപ്പെടുത്തിയ ലോഫിലെ അംഗങ്ങൾക്കായി തങ്ങളുടെ അപ്പോസ്തോലിക ആശീർവാദം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, സഭാസ്ഥാപനം തുടങ്ങിയവ സുപ്രധാന മിശിഹ സംഭവങ്ങളുടെ ദ്വിസഹസ്രാബ്ദ ജൂബിലി കൊണ്ടാടുന്ന 2033-ന് മുന്നൊരുക്കമായി പ്രമുഖ ബൈബിൾ പണ്ഡിതനും ധ്യാനഗുരുവും ഗാനരചയിതാവുമായ റവറന്റ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ബിസിയുടെ ആത്മീയ നേതൃത്വത്തിലുള്ള ആത്മായ കൂട്ടായ്മ ടീം മിഷൻ 2033 വിവിധ ക്രിസ്തുരാജ്യ പള്ളികളെ പരസ്പരം ബന്ധിപ്പിച്ച് നടത്തിവരുന്ന ക്രിസ്തു രാജ്യത്വ സന്ദേശ റാലികളിൽ 11ാമത് റാലി കഴിഞ്ഞ സെപ്റ്റംബർ 29 ഞായറാഴ്ച പാലക്കാട് ജില്ലയിലെ നെന്മാറ ക്രിസ്തുരാജ്യ പള്ളിയിൽ പാലക്കാട് രൂപതാ മെത്രാൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രാവിലെ 6:45-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉദ്ഘാടനം ചെയ്തു. ഫാദർ സെബാസ്റ്റ്യൻ താമരശ്ശേരി ആശംസകൾ നേർന്നു. തുടർന്ന് 11 മണിക്ക് നെന്മാറ ക്രിസ്തുരാജ്യ പള്ളിയിൽ വികാരി ഫാദർ സിൽവസ്റ്റർ ഡിക്രൂസ് റാലിയെ സ്വീകരിച്ചു. വൈകിട്ട് 4-ന് കണ്ടമംഗലം അരിയൂർ ജംഗ്ഷനിൽ നിന്ന് കണ്ടമംഗലം ക്രിസ്തുരാജ്യ പള്ളിയിലേക്ക് ഇടവക ജനം ഗംഭീര വാഹന ഘോഷയാത്രയോടെ റാലിയെ സ്വീകരിച്ചു. പള്ളിയിൽ ക്രിസ്തുരാജ്യ ആരാധനയ്ക്ക് ശേഷം വികാരി ഫാദർ ലിവിൻ ചുഗത്ത് സമാപന സന്ദേശം നൽകി. കത്തോലിക്ക കോൺഗ്രസ് മണിക്കടവ് മേഖലാ കൗൺസിൽ 3/10/2024 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മണിക്കടവ് ഫൊറോന പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ഫൊറോന വികാരി റവറന്റ് ഫാദർ പയസ് പടിഞ്ഞാറേമുറി അധ്യക്ഷത വഹിച്ച യോഗം കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി രൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. കർഷകരോടൊപ്പം ESI വിഷയങ്ങളിൽ ശക്തമായ പിന്തുണയുമായി കത്തോലിക്ക കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്ന നിലപാട് കൗൺസിൽ വ്യക്തമാക്കി. മണിക്കടവ് മേഖലാ ഡയറക്ടർ ഫാദർ ജോർജ് ഇളവംകുന്നേൽ, രൂപത ജനറൽ സെക്രട്ടറി ജിമ്മി ആയത്തമറ്റം, ഗ്ലോബൽ സെക്രട്ടറി ഷീജ കാറുകളും, രൂപത വൈസ് പ്രസിഡന്റ് ബെനിസൺ മടത്തനകം, സെക്രട്ടറി ജെയിംസ് പെരുകുന്നേൽ, ചാക്കോസിൽ ഇളന്തുരുത്തിപ്പടവിൽ മണിക്കടവ് ഫൊറോന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ബിജു ഒറ്റപ്ലാക്കൽ, സെക്രട്ടറി ജോർജ് തെക്കേമുറി എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ രൂപത വൈദിക സമിതിയും അജപാലന സമിതിയും കാനൂനിക നിയമപ്രകാരം പുനഃസംഘടിച്ചു. രൂപത വൈദികരുടെയും രൂപതയിൽ സേവനം ചെയ്യുന്ന സന്യസ്ത വൈദികരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേരുന്ന രൂപത വൈദിക സമിതിയുടെ കാലയളവ് 5 വർഷമാണ്. ഫാദർ ക്ലീറ്റസ് കാറക്കാട്ട് സെക്രട്ടറിയായും ഫാദർ ജോയി അറക്കൽ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ ഇടവകളുടെയും സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രതിനിധികളെ ചേർത്താണ് പുതിയ രൂപത പാസ്റ്റർ കൗൺസിൽ നിലവിൽ വന്നിരിക്കുന്നത്. ചാത്തനാട് തിരുക്കുടുംബ ഇടവകാംഗം ആശാരിപ്പറമ്പിൽ അനിൽ ആന്റണി സെക്രട്ടറിയായും പെരുങ്കുന്നൽമംഗലം ഇടവകാംഗം ജസ്റ്റീന ഇമ്മാനുവൽ ജോയിന്റ് സെക്രട്ടറിയായും ചുമതലയേറ്റു. ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ പ്രതിനിധി സഭാ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ എബ്രഹാം ചാക്കോയ്ക്ക് സെന്റ് തോമസ് CSI പള്ളിയിൽ സ്വീകരണം നൽകി. ദൈവിക സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്ന് സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഭയത്തിന്റെയും നിരാശയുടെയും മധ്യ ദൈവത്തിലുള്ള ആശ്രയം കാത്തു സൂക്ഷിക്കണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഫാദർ സുനിൽ ഇടച്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇവാഞ്ചലിക്കൽ സഭാ സെക്രട്ടറി ഫാദർ എബ്രഹാം ജോർജ്, വൈദിക ട്രസ്റ്റി ഫാദർ PT മാത്യു, യുവജന പ്രവർത്തന ബോർഡ് സെക്രട്ടറി ഫാദർ അനീഷ് മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. മദ്യലഹരി വ്യാപനത്തിനെതിരായി ലഹരി വിരുദ്ധ ആശയങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാനും ലഹരിക്കെതിരെ പോരാടുവാൻ തന്റേടമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കാനും യുവജന മനസ്സുകളിൽ ലഹരി വിരുദ്ധ ആശയങ്ങൾ രൂപപ്പെടുത്താനും KCBC മധ്യവിരുദ്ധ സമിതി കോട്ടയം അതിരൂപത ടെമ്പറൻസ് കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ കോട്ടയം സെയിന്റ് ആൻ സ്കൂളിൽ വെച്ച് അതിരൂപത തലത്തിൽ ലഹരി വിരുദ്ധ മുദ്രാവാക്യ മത്സരം നടത്തി. കുമരകം, കത്തീഡ്രൽ, കട്ടച്ചിറ എന്നീ ഇടവകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. CBSE സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം സർഗധുരിക്ക് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ തിരിതെളിഞ്ഞു. കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ നാനാതരത്തിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ബിഷപ്പ് പറഞ്ഞു. യോഗത്തിൽ സെൻട്രൽ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരീത്തറ അധ്യക്ഷത വഹിച്ചു. FCC പ്രൊഫഷണൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ, സ്വാഗത സംഘം ജനറൽ കൺവീനറും നിർമ്മല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലുമായ ഫാദർ പോൾ ചുവരത്തൊട്ടി, ആവൂലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ്, സഹോദയ സെക്രട്ടറി ജേന പോൾ, സ്പോർട്സ് പ്രസിഡന്റ് CV ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയിലെ പ്രഥമ ദേവദാസനായ മുതിയാവിള വെല്ലിച്ചൻ ഫാദർ അദീദോസ് OCDയെ ധന്യപദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള
രൂപതാതല നടപടികളുടെ സമാപനം ഒക്ടോബർ 20-ന് നെയ്യാറ്റിൻകര അമലോകമാത കത്തീഡ്രലിൽ നടത്തപ്പെടും. ഉച്ചകഴിഞ്ഞ് 3-ന് നെയ്യാറ്റിൻകര സെന്റ് തെരേസാസ് കോൺവെന്റ് സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വാസ പ്രഘോഷണ യാത്രയോടെയാണ് രൂപതാതല നാമകരണ നടപടികളുടെ സമാപനത്തിന് തുടക്കമാകുക. 4-ന് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്കും സമാപന തിരുക്കർമ്മങ്ങൾക്കും നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ നേതൃത്വം നൽകും. തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ കൃഷ്ണദാസ്, കൊല്ലം രൂപത മുൻ മെത്രാൻ ഡോക്ടർ ചാർലി റോമൻ എന്നിവർ ശുശ്രൂഷകളിൽ സഹകാർമ്മികരാകും. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് KCBC മെത്രാൻ സമിതിയുടെ തീരുമാനപ്രകാരം നിർമ്മിച്ചു നൽകുന്ന 100 ഭവന നിർമ്മാണ പദ്ധതിക്ക് കൊല്ലം രൂപത സമാഹരിച്ച തുകയായ 2,51,000 രൂപയുടെ ചെക്ക് കൊല്ലം ബിഷപ്പ് റവറൻഡ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയും QSS ഡയറക്ടർ ഫാദർ സൈജു സൈമണും ചേർന്ന് കേരള സോഷ്യൽ സർവീസ് സൊസൈറ്റി ഫോറത്തിന് വേണ്ടി ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കലിന് കൈമാറി. ചടങ്ങിൽ QSS ട്രഷറർ ഫാദർ ജോളി എബ്രഹാം, 473 രൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ടോമി കമൻസ് എന്നിവർ പ്രസംഗിച്ചു. QSS കമ്മ്യൂണിറ്റി ഓർഗനൈസർമാർ, ഫിഷ് വെൻഡിംഗ് സഹോദരങ്ങൾ, സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ, QSS സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷോളയാർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും തിരുനാളിന് ഫാദർ ജോയ് കടമ്പാട്ട് കൊടിയുയർത്തി. വികാരി ഫാദർ ജോസഫ് വിധേയത്തിൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5-ന് ജപമാല, വിശുദ്ധ കുർബാന, ലതീന്യ, നൊവേന, 12-ന് അമ്പതിരുന്നാൾ എന്നിവ നടത്തപ്പെടും. രാവിലെ 7-ന് പ്രസിഡന്റ് വാഴ്ച, വിശുദ്ധ കുർബാന, ലതീന്യ, നൊവേന, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നീ ശുശ്രൂഷകൾക്ക് ഫാദർ സിബു കള്ളാമ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.